അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരാൻ പോകുന്ന ISL സീസൺ കളിക്കുമെന്നുള്ള ആ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ISL കളിക്കാനുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ ഫീ ആയ 1 കോടി രൂപ മാനേജ്മെന്റ് ഏതായാലും ISLന് AFFന് കൈമാറി. ആൻഡ് ഈ വരാൻ പോകുന്ന ISL സീസണിൽ 13 ക്ലബ്ബുകളായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. ആൻഡ് ഇത്തവണ ISL ഗോവയിൽ നിന്നുള്ള ചർച്ചിൽ ബ്രദേഴ്സ് ഉണ്ടായിരിക്കും. ടാറ്റയുടെ കയ്യിൽ നിന്ന് വെറും 100 രൂപയ്ക്ക് ആ ഒരു JFC എന്ന ഒരു ക്ലബിനെ വാങ്ങിയ ചർച്ചിൽ ബ്രദേഴ്സ് ഇനി ISLലും ഉണ്ടാകും. ഏതായാലും നമ്മൾ അറിഞ്ഞത് പ്രകാരം ഒക്ടോബർ പകുതിയോടെയാണ് ആ ഒരു പുതിയ സീസൺ ആരംഭിക്കാൻ പോകുന്നത്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പുതിയ ഓണേഴ്സ് ആരാണെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. ഏതായാലും 2-3 ദിവസത്തിനുള്ളിൽ ആ ഒരു പുതിയ ഓണേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതന്നെ വിചാരിക്കാം. പക്ഷെ പുതിയ ഓണറെ കിട്ടിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ കാര്യത്തിലോ നിലവിലെ കോൺട്രാക്റ്റുകളുടെ കാര്യത്തിലോ പുതിയ സൈനിങ്ങിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് പോലും ഇല്ല. കളിക്കാനുണ്ട് ആ ഒരു പാർട്ടിസിപ്പേഷന്റെ ആ 1 കോടി കൊടുത്തു എന്നല്ലാതെ വേറെ ഒരു നീക്കവും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ മാനേജ്മെന്റ് മാറുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടായിരിക്കാം. പുതിയ മാനേജ്മെന്റ് വന്നെങ്കിലും ആ ഒരു CEO കഴിഞ്ഞ സീസണിലെ ആ ഒരു അഭിക് ചാറ്റർജി തന്നെ ഈ ഒരു സീസണിലും തുടരും. കാത്തിരുന്ന് കാണാം എന്താവുമെന്ന്.